അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അല്ലാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു പെട്ടെന്ന് തുറന്നു കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന, ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അമലുകളൊക്കെ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെയധികം നമുക്കൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, കടം എന്നുള്ളത് വളരെയധികം നാം എല്ലാവരും പേടിക്കേണ്ട ഒരു സംഗതിയാണ്. കടമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയാണ് കടത്തെക്കുറിച്ച് കാവല് തേടിയിട്ടുള്ള ദുആ. വളരെയധികം നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല അവനെ പുറത്തു കൊടുക്കും. പക്ഷേ കടം എന്നുള്ളത് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. കടം എന്ന് പറയുന്നത് ഷഹീദിന് പോലും പുറത്തു കൊടുക്കാത്ത ഒരു പാപമാണ് കടം എന്നുള്ളത്. ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ മക്കളെ വിവാഹം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലായിരിക്കാം നാം ഓരോരുത്തരും കടക്കണിയിൽ അകപ്പെട്ടിട്ടുള്ളത്. അതല്ലെങ്കിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കിയതിൻ്റെ പേരിലായിരിക്കാം കടം വാങ്ങി കുടുങ്ങിയിട്ടുണ്ടാവുക. അതുമല്ലെങ്കിൽ ലോൺ എടുത്ത് കടത്തിൽ കുടുങ്ങിയ ആളുകളായിരിക്കും. അതുമല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ അത് പെട്ടെന്ന് തിരിച്ച് വീട്ടാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷയോടുകൂടെ കടം വാങ്ങി കുടുങ്ങിയ ആളുകളായിരിക്കും നമ്മിൽ പല ആളുകളും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് കടം വാങ്ങി തിരിച്ചു വീട്ടുക അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ബാധ്യതയാണ്, വാങ്ങിയത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതും. അല്ലാഹു തആല ജീവിതത്തിലുള്ള കടങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടാനുള്ള മാർഗം അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുമെന്നാ, ഈ ജനാസക്ക് അതല്ലെങ്കിൽ ഈ മനുഷ്യന് വല്ല ബാധ്യതയുമുണ്ടോ, വല്ല കടങ്ങളുമുണ്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമെന്നാ. ഉണ്ട് എന്ന് സഹാബത്ത് മറുപടി പറഞ്ഞാൽ മുത്തുനബി തങ്ങൾ അവിടെ നിന്ന് പറയുമത്രേ, സല്ലു കമാ ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ ഈ മനുഷ്യന്റെ പേരിൽ നിങ്ങൾ നിസ്കരിച്ചോളീൻ എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞ് മാറി നിൽക്കുമെന്ന. ഒരു ദിവസം ഒരു ജനാസ മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ അല്ലാഹു റസൂൽ സാധാരണ ചോദിക്കുന്നത് പോലെ ചോദിച്ചു, ഈ മനുഷ്യനിക്ക് വല്ല ബാധ്യതയുമുണ്ടോ? സഹാബത്ത് അവിടെ നിന്ന് പറഞ്ഞു, ഉണ്ട് നബിയെ, ഒരു ദിർഹമോ അതിൽ കൂടുതലോ എന്തോ ഇദ്ദേഹത്തിന് കടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂല് അവിടുന്ന് സഹാബത്തിനോട് ചോദിച്ചു അത്രേ, നിങ്ങൾ ആരാണിത് ഏറ്റെടുക്കുക? ഇത് ഏറ്റെടുത്ത് ആരാണ് വീട്ടുക എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഒരു സഹാബത്ത് പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാൻ നബിയെ, ഞാൻ വീട്ടിക്കോളാം എന്ന് പറഞ്ഞു. നിസ്കാരമെല്ലാം കഴിഞ്ഞു, രാത്രിയായി. അള്ളാഹിന്റെ റസൂലിന് ഉറക്കം വരുന്നില്ല. നേരം പുലർന്ന ഉടനെ സുബഹിയുടെ സമയത്ത് ആ മനുഷ്യൻ പള്ളിയിലേക്ക് വന്നപ്പോൾ ആ സ്വഹാബത്തിനോട് നബി തങ്ങൾ ചോദിച്ചത്രേ,
ഇന്നലെ മരിച്ച ആ മനുഷ്യന്റെ പേരിലുള്ള കടം നീ വീട്ടിയോ എന്ന് സഹാബത്തിനോട് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞത്, നബിയെ ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ, ഞാൻ വീട്ടിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു റസൂലിന്റെ മുഖമാകെ വിവരണമായി എന്ന. അള്ളാഹു റസൂൽ ആ മനുഷ്യനോട് ദേഷ്യപ്പെട്ടു എന്ന. വേഗം ആ മനുഷ്യൻ ചെന്ന് കടം വീട്ടി എന്ന് നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വന്ന് പ്രിയപ്പെട്ടവരെ, അത്രത്തോളം ഗൗരവമേറിയ ഒരു വിഷയമാണ് കടമെന്നുള്ളത്. നാം ഓരോരുത്തരും ഭയപ്പെടേണ്ട സംഗതിയാണ് കടമെന്നുള്ളത്. അള്ളാഹു താല കടങ്ങൾ തന്ന് അള്ളാഹു നമ്മെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ഉള്ള കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം അള്ളാഹു താല നമുക്കൊക്കെ എത്രയും പെട്ടെന്ന് അള്ളാഹു തുറന്നു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കടത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ, അതല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള കടങ്ങളെ വീട്ടാനുള്ള മാർഗം അള്ളാഹു താല പെട്ടെന്ന് കാണിച്ചു തരാനുള്ള ഒരു പ്രാർത്ഥനയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ ആളുകളും അത് എഴുതിയെടുത്ത് ജീവിതത്തിൽ പഠിക്കാൻ കഴിയുന്നവർ പഠിച്ച് ദുആ ചെയ്യുക. അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നാം എപ്പോൾ ദുആ ചെയ്യുമ്പോഴും ആ എഴുതി വെച്ചത് മുന്നിലൊന്ന് വെച്ച് അതും കൂടെ കൂട്ടത്തിൽ ദുആ ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് മുഖാന്തരം അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാലത്ത് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൻ നാരി വഅദാബിൻ നാർ വഫിത്നത്തിൽ ഖബ്രി വഅദാബിൽ ഖബ്ർ വശർരി ഫിത്നത്തിൽ ഗിന വശർരി ഫിത്നത്തിൽ ഫഖർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുമ്മ അഗ്സിൽ ഖൽബി ബിമാഇൽ തൽജി വൽ ബറദി വനഖി ഖൽബി മിനൽ ഖതായ കമാ നഖൈത തൗബൽ അബിയല മിനദ് ദനസ് വബാഇദ് ബൈനി വബൈന ഖതായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി വൽ മഅ്തമി വൽ മഗ്റമി. ഇതാണ് പ്രാർത്ഥന. ഒരിക്കൽ കൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൻ നാരി വഅദാബിൻ നാർ വഫിത്നത്തിൽ ഖബ്രി വഅദാബിൽ ഖബ്ർ വശർരി ഫിത്നത്തിൽ ഗിന വശർരി ഫിത്നത്തിൽ ഫഖർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുമ്മ അഗ്സിൽ ഖൽബി ബിമാഇൽ തൽജി വൽ ബറദി വനഖി ഖൽബി മിനൽ ഖതായ കമാ നഖൈത തൗബൽ അബിയല മിനദ് ദനസ് വബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി വൽ മഅ്തമി വൽ മഗ്റമി. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന എല്ലാ ആളുകളും എഴുതിയെടുത്ത് പഠിക്കാൻ കഴിയുന്നവർ പഠിച്ച് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും കൊണ്ടുവരിക. അതല്ലെങ്കിൽ നോക്കിയിട്ടെങ്കിലും എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ അർത്ഥം തന്നെ പറയുന്നത് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൻ നാരി വഅദാബിൻ നാർ. അല്ലാഹുവേ, നരകത്തിൻ്റെ ഫിത്നകളെ തൊട്ടും നരകത്തിൻ്റെ മറ്റു ബുദ്ധിമുട്ടുകളെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാഹ്, എനിക്ക് കാവൽ നൽകണേ അല്ലാഹ് എന്ന. പിന്നെ പറയുന്നു ഫിത്നത്തിൽ ഖബ്രി വഅദാബിൽ ഖബ്ർ. ഖബ്ർ ഫിത്നയെ തൊട്ടും ഖബറിലുണ്ടാകുന്ന എല്ലാ ഫിത്നകളെ തൊട്ടും ഖബറിലുണ്ടാകുന്ന മറ്റെല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും എനിക്ക് നീ മോചനം നൽകണേ അല്ലാഹ്, എന്നെ നീ കാക്കണേ റബ്ബേ എന്ന. പിന്നെ പറയുമ്പോൾ വശർരി ഫിത്നത്തിൽ ഗിന വശർരി ഫിത്നത്തിൽ ഫഖർ. വശർരി ഫിത്നത്തിൽ ഗിന, സമ്പത്ത് പരമായി ഉണ്ടാകുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ഷർറുകളുണ്ടോ അതിൽ നിന്നൊക്കെ എനിക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. വശർരി ഫിത്നത്തിൽ ഫഖർ, ദാരിദ്ര്യം മൂലമുണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ അതിൽ നിന്നൊക്കെ ആ ഷർറുകളിൽ നിന്നൊക്കെ എനിക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഷർറുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണേ, കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്സിൽ ഖൽബി
ബിമാഇ തൽജി വൽ ബറദ്, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ തണുപ്പ് വെള്ളം കൊണ്ടും മഞ്ഞ് വെള്ളം കൊണ്ടും നീ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി തരണേ അല്ലാ. വനഖി ഖൽബി മിനൽ ഖതായ, പാപങ്ങളെ തൊട്ട് എൻ്റെ ഹൃദയത്തെ നീ മുക്തമാക്കി തരണേ റബ്ബേ, കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി തരണേ അല്ലാ. ഏതുപോലെ കമാ നഖൈത തൗബൽ അബിയദ മിനദ് ദരസ്, നല്ല വൃത്തിയുള്ള വെള്ള വസ്ത്രം, ചളി പുരണ്ടതായ വെള്ള വസ്ത്രത്തെ എങ്ങനെയാണോ നീ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കുന്നത്, എന്നാൽ അതുപോലെ എൻ്റെ കൽബിനെ എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ച് കഴുകി വൃത്തിയാക്കി തരണേ അല്ലാ. വബാഇദ് ബൈനി വബൈന ഖത്തായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, എന്റെയും എൻ്റെ പാപത്തിന്റെയും ഇടയിൽ മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള വിദൂരത എനിക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്രി വൽ മഅ്തമി വൽ മഗ്റമി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു റബ്ബേ. മിനൽ കസ്രി, മടിയെ തൊട്ട് അലസതയെ തൊട്ട്, വൽ മഅ്തമി, പാപങ്ങളെ തൊട്ടും തെറ്റുകുറ്റങ്ങളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. വൽ മഗ്റമി, കടങ്ങളെ തൊട്ടും കടമെന്ന് പറയുന്ന പ്രയാസത്തെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ. ഇതാണ് അർത്ഥം. എല്ലാ ആളുകളും അർത്ഥം മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കടമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം ഭയപ്പെടേണ്ട കാര്യമാണ്. സംഗതി നമ്മുടെ ഉറക്കത്തെ വരെ കെടുത്തി കളയുന്ന ഒരു സംഗതിയാണ്. ഇത്രയും ഗൗരവമേറിയ ഒരു സംഗതിയാണ് കടമെന്നുള്ളത്. അല്ലാഹു തആല നമ്മുടെയൊക്കെ കടങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടി സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല അവിടേക്ക് എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ദുആ വസിയത്ത് ചെയ്ത രോഗങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണ ശിഫ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു തആല എല്ലാവിധ സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു തആല എല്ലാവിധ സന്തോഷവും നിലനിർത്തി തരട്ടെ. അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ നിത്യേന പങ്കെടുത്ത് ഇതിൽ പറയുന്ന ഓരോ അമലുകളും മുടങ്ങാതെ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ ദുആകളും പ്രാർത്ഥനകളും നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.